ഞാൻ കൊടുത്ത റിട്ട് പെറ്റീഷൻ അനുവദിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് നേരെ നടത്തിയ അന്വേഷണം അത് റദ്ദാക്കി. വിശദമായ വിധി വന്നിട്ടില്ല. അതിനുശേഷം വിശദമായിട്ട് പ്രതികരിക്കും. 3 വർഷം മുമ്പാണ് ED കിഫ്ബിയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. അവരുടെ വേണ്ട എന്ത് വിവരം കൊടുക്കാമെന്നും പറഞ്ഞു. ഒരു ധനകാര്യ സ്ഥാപനമാണ്, അതിൻ്റെ സൽപ്പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും ചെവി കൊടുക്കാതെ മാധ്യമങ്ങളെ അറിയിച്ച് ആഘോഷങ്ങളാക്കി അതിന് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയായിരുന്നു. ഒരു തവണയല്ല, ഒട്ടനവധി തവണ. ചോദിക്കുന്നതോ ഒരേ ചോദ്യങ്ങൾ തന്നെ. വിളിച്ചു വരുത്താം, അവിടെ നിർത്താം. അത് വുമൺ ഓഫീസർക്കെതിരായിട്ട് മോശമായിട്ടുള്ള പെരുമാറ്റം വരെയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്ത്രിയായിരുന്ന എനിക്ക് കിഫ്ബിയുടെ വൈസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് നോട്ടീസായി. ആ നോട്ടീസ് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് പത്രങ്ങളിലെല്ലാം വന്നു. അത് ഇങ്ങോട്ട് എനിക്ക് നേരിട്ട് അയക്കുന്നതിന് പകരം താമസിച്ചിരുന്ന പഴയ വീട്ടിലേക്ക് അയച്ചതുകൊണ്ടാണ് ഈ കാലതാമസമൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് സമൻസ് വന്നു. ആ സമൻസിൽ എന്നിൽ നിന്ന് സ്വല്പം വിവരം അറിയാൻ എന്തെങ്കിലും ചോദിക്കാനല്ല, സർവമാന റെക്കോർഡുകളും എന്നെക്കുറിച്ചുള്ള ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. അല്ലാതെ ഒരു അന്വേഷണ ഏജൻസി എന്നോട് ചില വിവരം ചോദിക്കാണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നതിന് തടസ്സമുള്ളത്. പക്ഷെ അതല്ല, ഒരു ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം, സർവകാര്യങ്ങൾ. അപ്പോൾ ആ സമൻസിൽ എനിക്കെതിരായിട്ടുള്ള കേസ് കള്ളപ്പണമൊന്നുമല്ല. കാരണം ആ കേസ് നിലനിൽക്കുന്നില്ല. കള്ളപ്പണം പറഞ്ഞ കിഫ്ബി പണം KYC നടത്തി കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് വഴിയേ സ്വീകരിക്കത്തുള്ളൂ. ഇത് കിഫ്ബിന്ന് പുറത്തു പോകുന്നതോ ഓൺലൈനായി ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വേറെങ്ങും പോകുന്നില്ല. അതിനിടെ ഇവിടെ കള്ളപ്പണം വരുന്നത്. അതുകൊണ്ട് ED ഉണ്ടാക്കിയത് കേസാണ് ഫെമ ലംഘനം എന്നുള്ളത്. മസാല ബോണ്ട് ഇറക്കുന്നതിന് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്ക് അധികാരമില്ല, അനുവാദമില്ല എന്നുള്ളത്. നമ്മൾ കോടതിയിൽ ഒരു കാര്യമേ പറഞ്ഞത്, ED അല്ല ഫെമ നിയമം നോക്കേണ്ട ഏജൻസി, അത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിന് എന്തെങ്കിലും പരാതിയുണ്ടോ? റിസർവ് ബാങ്ക് 1 വർഷത്തിലേറെ എടുത്ത് റിപ്പോർട്ട് നൽകാനായിട്ട് റിസർവ് ബാങ്ക് സമ്മതിച്ചു. അവർ അനുവാദം നൽകിയിട്ടുണ്ട്, NOC നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇഴഞ്ഞ് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും കേസ് തള്ളി. ഇത് കാണിക്കുന്നത് ഒരു തെളിവും ഇല്ലാതെ, അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, ഒരു തെളിവും ഇല്ലാതെ ആളുകളെ ചെളിവാരി എറിയുന്നതിന് വേണ്ടി ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. കോടതിയിൽ അവരിന്ന് പറഞ്ഞെന്നാ കേട്ടത് ഞാൻ. എന്തോ അവർക്ക് കൂടുതൽ വിവരങ്ങളുണ്ട്. കോടതി പറഞ്ഞു, കോടതിക്ക് കേൾക്കണ്ട, കക്ഷിയോട് വേണമെങ്കിൽ പറ എന്താ വിവരമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നോക്ക്. അപ്പോൾ ഒരു തെളിവും ഇല്ലാതെ ഒരു ധനകാര്യ സ്ഥാപനത്തെ, അതോട് ബന്ധപ്പെട്ട ആളുകളെ ഇത്രയും നാൾ ചോദ്യം ചെയ്യുക, വേട്ടയാടുക, ഇതൊക്കെ വലിയ അധപ്പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാകാം എന്നുള്ളൊരു ചിന്തയിലാണ്. അതിനിടെ EDയെ പിന്താങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, UDF, അവരാഘോഷമൊക്കെ ഇടുന്നതല്ലേ.
എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സാമാന്യ ബുദ്ധി വെച്ച് ഉണ്ടെങ്കിലും മനസ്സിലാവുന്ന കാര്യമില്ലേ? ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും പറയുന്നില്ല. UDF മൊത്തത്തിൽ ഇത് ആഘോഷിക്കുകയായിരുന്നില്ലേ? ഇപ്പം എന്താ ഇത്? എന്തായിരുന്നു ലക്ഷ്യം? ലക്ഷ്യം രണ്ടാ. ഡൽഹിയിലിരിക്കുന്നവരുടെ ചിന്തയുണ്ടല്ലോ, ഇത്രയും വലിയ തുകയില്ലേ, 10-70,000 കോടി രൂപ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തടയുമെന്ന്. രണ്ടാമത്തത് കിഫ്ബിയെ തകർക്കാന്നുള്ളതാണ്. ആ പണി ഇപ്പോഴും തുടരുക. ED പോയാലും തുടരുകയാണ്. CAG വന്നു, ED വന്നു, ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ കേസിൻ്റെ വിധി പോലിരിക്കും കിഫ്ബിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ അത്താണിയാവുന്ന ഒന്ന് തിരിഞ്ഞു നോക്കുന്ന കേരളത്തിൽ എത്ര റോഡുകൾ, പാലങ്ങൾ, നിർമ്മിതികൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം? അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വലിയ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുക, ഇത് ഏറ്റവും പ്രതിഷേധകരമാണ്. ഏതായാലും നീതി ലഭിച്ചിരിക്കുന്നു.